ആത്മാവിന് നിലനിൽക്കണമെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരം, അല്ലെ? അതിന്റെ ഒരു കുടിലാണ്, അല്ലെ? അതിന്റെ ഒരു താമസ സ്ഥലം. ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ഒരു വീട്ടിലാണ്. ആ വീട് വൃത്തിയില്ല, ബലഹീനതയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരുപാട് വർഷം അല്ലെങ്കിൽ ഒരുപാട് കാലം ആ വീട്ടിൽ താമസിക്കാൻ കഴിയോ? ഇല്ല, സമാധാനം കിട്ടൂല, അല്ലെ? സമാധാനം ഉണ്ടാവില്ല. മറിച്ച് ആ വീട് തകരാൻ തുടങ്ങും, അല്ലെ? നമ്മൾ നോക്കിക്കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ അതിങ്ങനെ പുതുക്കി പണിയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം ഒരു പോസിറ്റീവ് അല്ലാത്ത രീതിയിലാണെങ്കിൽ, ഒരു നന്മയിലല്ലാതെയാണെങ്കിൽ നമ്മുടെ ശരീരം അവിടെ തകരും. ഈ ശരീരം തകരുന്നതോടുകൂടെ ആത്മാവിന് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയാനാണ് കൊതി, അല്ലെ? അതെന്താ ആഗ്രഹിക്കുക? എനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൽ നിന്നും മാറാനാണ്. നമ്മളെപ്പോഴും അങ്ങനെയല്ല ആഗ്രഹിക്കുക. ഞാനിപ്പോ നിങ്ങളെല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അല്ലെങ്കിൽ നല്ല ഒരു ക്ലാസ് എടുത്തരികയാണ് ഞാൻ നിങ്ങൾക്ക്. പക്ഷെ ആ സമയത്ത് നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ഒരു അന്തം വിട്ട് ഫുള്ള് വോയിസ് ഒക്കെ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് ഫീൽ ചെയ്യാ? ഇവരായിട്ട് ക്ലാസ് ഒന്നും ഒഴിവാക്കി പോയിക്കണെങ്കിൽ ഞാൻ പെട്ടെന്ന് 1 മണിക്കൂർ എടുക്കാൻ വിചാരിച്ച ക്ലാസ് ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കി പോകൂലേ? തീർച്ചയായിട്ടും. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും നന്മയെ മാത്രം കാണും. എന്ത് പ്രവൃത്തി ചെയ്യുന്ന എല്ലാ കാര്യവും നല്ലതിനാണെന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ ഫസ്റ്റ് എടുക്കുക. നമ്മളിൽ നടക്കുന്ന എന്ത് പ്രവൃത്തി, ഇപ്പൊ കറിയിലൊരു ഉപ്പ് കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാൻ വീട്ടിൽ ചെന്നപ്പോ വീട് അടിച്ചു വാരിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡ് ഇന്ന് ജോലിക്ക് പോയില്ല, ഒരാഴ്ച ജോലിക്ക് പോകുന്നില്ല, അതൊക്കെ എല്ലാം നല്ലതിനാണ്. എന്തെങ്കിലും ഒരു നന്മ നമ്മളിൽ ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെല്ലാവരോട് സ്നേഹത്തോടെ നിലകൊള്ളുക എന്നുള്ളതാണ്. സ്നേഹം വേണം. ഒരു ഐ ലവ് യു എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, പറഞ്ഞിട്ടുണ്ടോ? എന്നുള്ള വാക്ക് നിങ്ങൾ ആരോടാണ് പറഞ്ഞത്? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലവ് ലെറ്റർ എഴുതിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? ഞാൻ ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വയസ്സിനോട് പറയാറുണ്ട്. അന്നൊന്നും പറയാൻ ധൈര്യം ഉണ്ടായില്ല. ഓക്കെ, എന്തായാലും ഇപ്പൊ പറയാറുണ്ട് എന്നാ പറഞ്ഞ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ശരിക്കും നമ്മൾ ഈ ഐ ലവ് യു എന്ന് പറയുന്ന പദം എന്താണ്? ഒരു പ്രേമം എന്താണ്? എനിക്കൊരാളോട്, ഞാനിപ്പോ കമറുദ്ദീൻ സാറോട് പറയണം ഐ ലവ് യു, അല്ലെങ്കിൽ വേണ്ട ഷെരീഫത്താനോട് പറയണം ഐ ലവ് യു, അല്ലെങ്കിൽ തന്നെ ഉഷാഖാനോട് പറയണം ഐ ലവ് യു. ഇതെന്താണ്? അദ്ദേഹത്തെ ഞാൻ പ്രണയിക്കുന്നു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? മ്യൂട്ട് ചെയ്യും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐ ലവ് യു എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ളൂ, അല്ലെ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഒരു ഐ ലവ് യു എന്നുള്ള വാക്ക് പറയാൻ നമുക്ക് മടിയാണ്, അല്ലെ? മറ്റുള്ളവർ കേൾക്കുമ്പോ എന്താണിത്, ഇതെങ്ങനെ ഞാൻ പറയാം? പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ചെയ്ത് വെച്ചോക്കൂ. ഇന്ന് നിങ്ങൾ ഫോൺ വെച്ചിട്ട് ഗൾഫിലുള്ള ആളുകൾ ഭാര്യയെ വിളിച്ചൊന്ന് ഐ ലവ് യു പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളൊന്ന് ഐ ലവ് യു പറഞ്ഞേക്കോ, അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താക്കൾ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ നോക്കിയോ? ഇതുവരെ പറയാത്തവര് പറയാതിരിക്കാണ് നല്ലത്. അല്ല, പറഞ്ഞോളൂ. ഇതിപ്പോ പുതിയത് കിട്ടിയത് നോക്കില്ലേ? ഗ്രൂപ്പ് അറിയാത്ത ആളുകൾ പറയുക. കാരണം എന്തറിയോ? നമ്മൾ പറയണം. ഇന്ന് ഞാൻ പറയുമ്പോ, ഞാനിപ്പോ എന്റെ പറയണേ മൈൻഡ് ആക്കൂല. പിറ്റേ ദിവസം ഞാൻ പോയി പറയാണ്. പിറ്റത്തെ ദിവസം ഞാൻ പറയണ ഐ ലവ് യു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ നമുക്കൊരു സ്നേഹമാണ് അവിടെ വരുന്നത്, അല്ലെ? ഇനി വേണ്ട, ഭാര്യ ദേഷ്യം വിട്ട് വരുമ്പോ ഐ ലവ് യു പറയാ, ഭർത്താവ് ദേഷ്യം വിട്ട് വരുമ്പോ ഐ ലവ് യു പറയാ. അതൊരു 5-6 പറഞ്ഞോണ്ട് നഷ്ടപ്പെടാനില്ല. ഒന്നും അവിടെ നഷ്ടപ്പെടാനില്ല. കാരണം നമ്മൾ പറയണം. വേണ്ടേ? ഉമ്മാനോട് പറയാറുണ്ടോ? ഉമ്മാനോട് ഐ ലവ് യു പറയാറുണ്ടോ? എന്തെങ്കിലും ഉമ്മാനെ ഇഷ്ടല്ലേ? എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല? അല്ലെങ്കിൽ വേണ്ട, ഉമ്മയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ പ്രായം ഉണ്ടാവും ഒരു 3, 4, 5 വയസ്സ് വരെ, അല്ലെ? അതിന് എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? നിങ്ങളും ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് പറയുന്നില്ല? മ്യൂട്ട് ചെയ്യൂട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്?
നമ്മൾ അധ്യാപകരോട് പറയുന്നുണ്ടോ? വേണ്ട. നമുക്ക് എപ്പോഴും നമുക്കൊരു നമ്മുടെ ഉപ്പ ഏറ്റവും മുൻഗണന നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഒരു മാതാവിന് അല്ലെ? നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് അല്ലെ? നമ്മളെ സൃഷ്ടിച്ച ദൈവമുണ്ട്, പക്ഷെ നമ്മളെ മാതാവാണ് നമുക്കെല്ലാം. ആ ഉമ്മയെ നമ്മൾ സ്നേഹിക്കണം, വേണ്ടേ? നമുക്ക് ഒരാളെ ഹീലിംഗ് ചെയ്യണമെങ്കിൽ നമ്മളിൽ എന്ത് വേണം? ഒരു നന്മ വേണം. നമ്മളൊരു സ്നേഹമുള്ള ആളുകളാവണം, വേണ്ടേ? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഐ ലവ് യു എന്നുള്ള വാക്ക് ഉമ്മയോട് പറയണം, നമ്മുടെ ഭാര്യയോട് പറയണം, നമ്മുടെ ഭർത്താവിനോട് പറയണം, നമ്മുടെ ഉപ്പയോട് പറയണം. ഇതൊക്കെ നമുക്ക് നൽകിയ മ്യൂട്ട് ചെയ്യൂട്ടോ, അജി എന്ന് എഴുതി കാണിക്കുന്ന ആള് മ്യൂട്ട്. ഇതൊക്കെ നമ്മളോട് പറയുന്ന അള്ളാഹുവിനോട് നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനോട് നമ്മൾ പറയണ്ടേ? അപ്പോൾ മാത്രമാണ് നമ്മളൊരു നല്ലൊരാളാവുള്ളൂ, നന്മയുള്ളൊരു വ്യക്തി നമ്മളാവുകയുള്ളൂ. നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും ഒരു ഗുണമല്ല ഉണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിൽ നിന്നും വരണം, വേണ്ടേ? നമ്മുടെ മനസ്സിൽ നിന്നും ഒരു ആത്മാർത്ഥത നമ്മളിലേക്ക് എത്തണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നല്ലതാവുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കുക. റെഡിയാണ് എല്ലാവരും? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. ഒന്ന് ബ്രീത്തിങ് ഒന്നും കൂടെ ഒരു ബ്രീത്തിങ് എടുത്തതിന് ശേഷം ആദ്യമായിട്ട് എല്ലാവരും കേട്ടോ, മനസ്സിൽ എല്ലാവരും പറയണം. മനസ്സിൽ നല്ല വായ തുറന്നെ പറഞ്ഞോളൂ. മ്യൂട്ട് ചെയ്താൽ മതി, പറയാ. മ്യൂട്ട് ചെയ്ത് പറയാ കേട്ടോ, മ്യൂട്ട് ചെയ്ത് പറയാ, മ്യൂട്ട് ചെയ്തിട്ട് പറയാ കേട്ടോ. മനസ്സിൽ നിന്ന് ചിന്ത മാറി ഏകചിന്തയാകാൻ എന്ത് ചെയ്യണം? ഏകചിന്ത എന്ന് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങളില്ലേ, ചിന്ത എല്ലാം കളഞ്ഞിട്ട് കണ്ണടച്ചിരുന്നിട്ട് മനസ്സിനെ ഫ്രീ ആക്കി എടുക്കാൻ. എങ്ങനെ കണ്ണടച്ചിരുന്നിട്ടും ചിന്ത വരുന്നുണ്ട്. അതാ ചിന്ത മാറാൻ വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോ നമുക്ക് മാറാൻ കഴിയൂല അല്ലെ? അതെ. അങ്ങനെയുള്ള ആളുകൾ, അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ ഡെയിലി നമ്മൾ 1/2 മണിക്കൂർ ചെയ്യാൻ പറയുന്നത്. ഞാൻ ലാസ്റ്റ് അതിന്റെ ഭാഗം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ബ്രീത്തിങ് എടുക്കുക. അതിന്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കണ്ണടക്കുക. ആത്മാർത്ഥമായിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളൊന്ന് ഒഴിവാക്കൂ കേട്ടോ. തമാശ രൂപത്തില് നിന്നും ഒന്ന് വിട്ടു നിൽക്കുക. എല്ലാവരും ഒക്കെ കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉമ്മയെ മനസ്സിൽ കരുതുക, മാതാവിനെ നിങ്ങൾ കരുതുക. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ജന്മം നൽകിയ, അല്ലെങ്കിൽ 9 മാസത്തോളം നിങ്ങളെ ഗർഭം ധരിച്ച് നിങ്ങൾക്ക് ജന്മം നൽകിയ ആ ഉമ്മയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. വേറെ എല്ലാത്തിനെയും നിങ്ങൾ വിട്ടുകളയൂ. ആ ഉമ്മയുടെ സ്നേഹം നിങ്ങളെ വാത്സല്യത്തോടെ വളർത്തിയില്ലേ? എത്രത്തോളം നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മുറിവേറ്റാൽ പോലും നിങ്ങളെ ഭാര്യയേക്കാൾ വിഷമിക്കുന്നത് നമ്മുടെ ഉമ്മയാണ്. അതില് യാതൊരു മാറ്റവും ഉണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എത്ര ഇനി ചെയ്താലും വിവാഹം കഴിഞ്ഞ് ഭാര്യയായിട്ട് തർക്കമുള്ള എത്ര ക്രൂരയായ മാതാവാണെങ്കിലും ആ മകന് ഒരു നുള്ള് പോറൽ സംഭവിച്ചാൽ പോലും ആ ഉമ്മാക്ക് ക്ഷമിക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പൊ ആദ്യം നമ്മൾ ആ ഉമ്മയെയാണ് സ്നേഹിക്കേണ്ടത് അല്ലെ? ആദ്യം നമ്മൾ ആ ഉമ്മയെ സ്നേഹിക്കുക. നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഉമ്മയുടെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്നൊക്കെയാണ് പറയാറില്ലേ? അപ്പൊ അത്രത്തോളം ഗൗരവമുള്ള ആ ഉമ്മ, എത്ര തെറ്റ് ചെയ്താലും ഉമ്മ നമുക്ക് ഉമ്മ തന്നെയാണ്. അപ്പൊ ആ ഉമ്മയെ നമ്മളൊന്ന് സ്നേഹിക്കാണ്. ഉമ്മാനെ മനസ്സിൽ കരുതിയിട്ട് ഉമ്മാനോട് ആത്മാർത്ഥമായി 3 പ്രാവശ്യം നിങ്ങൾ ഐ ലവ് യു മോം, അല്ലെങ്കിൽ ഐ ലവ് യു ഉമ്മ, നിങ്ങൾക്ക് എങ്ങനെയാണോ പറയാൻ കഴിയുക നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഐ ലവ് യു ഉമ്മ, ഞാൻ എൻ്റെ ഉമ്മയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, എൻ്റെ ഉമ്മയെ ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു മോം, അല്ലെങ്കിൽ ഐ ലവ് യു മദർ, ഐ ലവ് യു മമ്മി, ഐ ലവ് യു ഉമ്മ. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ഉമ്മയെ കാണുന്നത്, നിങ്ങളെ മാതാവിനെ കാണുന്നത്, ഒന്ന് പറയാ 3 പ്രാവശ്യം മനസ്സിൽ നിന്നും, നല്ല ആഴത്തിൽ നിന്നും തന്നെ പറയാ. അതിനുശേഷം നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ഉപ്പ ആരാണ് ശരിക്കും? ഉമ്മ മാത്രമാണ്? അല്ല. ഈ കുഞ്ഞൻ ഗർഭം ധരിക്കണമെങ്കിൽ, ഈ ഉമ്മ ഗർഭം ധരിക്കണമെങ്കിൽ
ഇതിന്റെ ഒരു ബിന്ദു അല്ലെ, ഒരു ബീജം ആ ഉപ്പയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ആ ഉപ്പയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഉപ്പയുടെ അല്ലെ എത്രയാണെങ്കിലും ആ ഉപ്പയുടെ ലാളനയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നൊരു നമ്മൾ ഈ ഒരു നിലയിൽ എത്താൻ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിച്ചതെല്ലാം നമ്മുടെ ഉപ്പയാണ്. നമുക്ക് ഭക്ഷണം തന്നത് നമ്മുടെ ഉപ്പയാണ്, വസ്ത്രം വാങ്ങി തന്നത് നമ്മുടെ ഉപ്പയാണ്. ഇത്രത്തോളം നമ്മൾ സ്നേഹിച്ച നമ്മുടെ ഉപ്പയോടൊന്ന് ഐ ലവ് യു പറഞ്ഞു നോക്കൂ. ഉപ്പ, എനിക്ക് ഉപ്പയെ ഇഷ്ടമാണ്, എനിക്ക് ഉപ്പയെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ഇഷ്ടമാണ് ഉപ്പ. 1-3 പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് പറഞ്ഞു നോക്കൂ. അതിലൂടെ നിങ്ങൾ ബ്രീത്തിങ്ങും എടുക്കണം കേട്ടോ, മറ്റുള്ള ചിന്തയെ ഒഴിവാക്കണേ. അടുത്തത് നിങ്ങളെ ഗുരു. നമുക്കൊരു ഗുരു ഉണ്ടാവും അല്ലെ. ഒന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഗുരു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗുരു, അത് ആരാവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗുരു. അത് നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന 1ാം ക്ലാസ്സത്തെ 2ാം ക്ലാസ്സത്തെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപികയെ നിങ്ങൾ മനസ്സിൽ കരുതുക. അതാരും ആവാം. ആ ഒരു അധ്യാപികയെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഹീലിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ഗുരുവിന്റെ സ്ഥാനം നിങ്ങളിലേക്ക് വേണം. അപ്പൊ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തോന്നുന്ന ഒരു അധ്യാപികയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. ആ അധ്യാപികയോട് നിങ്ങൾ പറയാം, ഇതുവരെ നമുക്ക് അറിവില്ല, ഓരോ അറിവുകളും നമുക്ക് പകർന്നു തന്ന അധ്യാപകരുണ്ട്. അവരോട് നിങ്ങളൊന്ന് ഐ ലവ് യു, ഒരു നന്ദി പറയുക അല്ലെ, ഐ ലവ് യു പറയുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാര്യനോട്. ഒന്ന് പറഞ്ഞു നോക്കൂ സ്നേഹത്തിന്റെ ഭാഷയിൽ. എടി, ഇതുവരെ ഞാൻ നിന്നെ എന്തെല്ലാം ചെയ്തുവെങ്കിലും എന്ത് പറഞ്ഞുവെങ്കിലും ഇനി മുതൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ എല്ലാം നല്ല പോസിറ്റീവ് എനർജിയിൽ മാത്രം കാണുകയും എല്ലാം നല്ലതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, എല്ലാത്തിനും ഒരു നന്മയുണ്ട് എന്നൊരു കണക്കിൽ ഭാര്യയോട് ഐ ലവ് യു പറയാം. ഭാര്യ ഭർത്താവിനോട് ഐ ലവ് യു പറയാം. ഈ ഒരു സമയം നമുക്ക് കണക്കാക്കിയ, ഇതുവരെ നമ്മളിലേക്ക് നമ്മുടെ ശ്വസനം നല്ല രീതിയിൽ നടത്തി തന്ന, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോടൊന്ന് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ. ഈ അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കുന്നതിനോടൊപ്പം ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും ഗുരുനാഥന്മാരെയും ഭർത്താവിനെയും ദൈവത്തിനെയും നമ്മളൊന്ന് സോറി, ഐ ആം വെരി വെരി സോറി എന്ന് പറയുക. ഐ ആം വെരി വെരി സോറി ഉമ്മ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഉമ്മയോട് ക്ഷമ ചോദിക്കുന്നു. ഐ ആം വെരി വെരി സോറി, ഐ ആം വെരി വെരി സോറി. അതുപോലെ ഉപ്പയോടും, ഉപ്പ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് ക്ഷമിക്കുന്നു, എന്നിൽ ക്ഷമിക്കണമേ എന്ന് പറയുക, സോറി. ഭാര്യയോട്, ഭർത്താവിനോട്, ഗുരുനാഥന്മാരോട്, നമ്മൾ തെറ്റ് ചെയ്ത എല്ലാ തെറ്റിനെയും വേണ്ടി നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിനോട് സോറി പറയുക. ഇതൊന്നും നമ്മൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാ, സോറി പറയുക. ഇനി ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഗുരുനാഥനോട്, ദൈവത്തിനോട് ഒന്ന് താങ്ക് യു ഓൾ, എല്ലാവരോടും നന്ദി പറയാം. കാരണം ഇനി ഈ നിമിഷം വരെ, ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഈ ചിന്തിക്കുന്ന ചിന്തയ്ക്ക് വരെ കാരണക്കാർ ഈ പറയുന്ന ആളുകളാണ്. നിങ്ങളുടെ മാതാവാണ്, പിതാവാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, നിങ്ങളെ ഗുരുനാഥനാണ്, നിങ്ങളെ ദൈവമാണ്. ഇവരോടൊക്കെ നിങ്ങൾ നന്ദി പറയുക, നല്ല രീതിയിൽ നന്ദി പറയുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളെയും നിങ്ങൾ താഴ്ത്തുക. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണ് അതിൽ നിന്നും തിരിച്ചു വരാൻ കഴിയുന്നത്, ആ പ്രാർത്ഥനയിൽ നിന്നും, അപ്പോൾ നിങ്ങൾ തിരിച്ചു വരിക. ആത്മാർത്ഥമായിട്ട് തന്നെ പറയുക, എല്ലാവരോടും സോറി പറയുക. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ മായ്ച്ചു കളയും. എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പക്ഷെ എല്ലാം നല്ലതിന്. നമുക്ക് എന്തും നമ്മളിലേക്ക് ദൈവം എന്തും കണക്കാക്കിയത് നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിനെ നല്ല രീതിയിൽ കണ്ടാലേ നമുക്ക് നാളെ മുതൽ ഒരു തെറ്റും നമുക്ക് ചെയ്യാൻ തോന്നില്ല, ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാവണം ഐ ലവ് യു, സോറി, താങ്ക് യു അല്ലെ? ഈ 3 വാക്കും നമുക്ക് വേണം, വേണ്ടേ? ഈ 3 വാക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരണം. എല്ലാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. എല്ലാതിനെയും നല്ലതിന് മാത്രം കാണുക. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരിക. അപ്പൊ ആ ചിന്തയിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഒറ്റയടിക്ക് നമുക്ക് എത്തിപ്പെടാൻ. ഇപ്പൊ അജി, അവരെ പേരെന്തായിരുന്നു എന്ന് പറയോ? ഇതിൽ അജി എന്ന് കാണുന്നോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇന്ന് ഈ ക്ലാസ് ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ ഒരു കാര്യമല്ല. ഉണ്ടോ? എന്തെങ്കിലും നോട്ട് എഴുതാണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് നോട്ട് ചെയ്ത് ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയാവും. ഇനി നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ സുബഹിക്ക് എണീക്കണം എന്ന് പറയില്ലേ ഉസ്താദ്? അപ്പൊ ഉസ്താദിനോട് പല കുട്ടികളും പറയും ഉസ്താദ് രാവിലെ എണീക്കാൻ വയ്ക്കൂല, ബുദ്ധിമുട്ടാന്ന് പറയും. അപ്പൊ ഉസ്താദ് പറഞ്ഞെന്നാ എന്താ അറിയോ? കിടക്കുന്നതിന്റെ മുന്നേ ചുമരില് വലുതാക്കിയിട്ട് 5 മണിക്ക് എണീക്കണമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയേക്കാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ വീട്ടിൽ പോയി പേന വലിയ അക്ഷരത്തിൽ 5 മണിക്ക് എനിക്ക് നീക്കണം എന്ന് എഴുതി ചുമരുമ്പോ. വീട്ടിൽ നിന്ന് ചീത്തയൊക്കെ കിട്ടി. നല്ല പെയിന്റ് അടിച്ച് ചുമരുമ്പോ എല്ലാരും കൊണ്ട് എഴുതിച്ചിട്ടല്ലേ? ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതെന്തിനാണ് ഉസ്താദ് പറഞ്ഞത് അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അന്ന് ഇതെന്തിനാണ് ഉസ്താദ് പറഞ്ഞിട്ടില്ല. ശരിക്കും നമ്മൾ രാത്രി കിടക്കുമ്പോ ഈ എഴുത്താ കാണുന്നത് അല്ലേ? എനിക്ക് 5 മണിക്ക് എണീക്കണം. അത് എവിടെ ഞാൻ ചിന്തിക്കുന്നത്? എന്റെ ബ്രെയിനിലാണ് വരുന്നല്ലേ? 5 മണിക്ക് എനിക്ക് കറക്റ്റ് 5 മണിക്ക് നമ്മൾ നീച്ചിരിക്കും. കറക്റ്റ് 5 മണിക്ക് നമ്മൾ നീക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ ബ്രെയിന് ആഗ്രഹിക്കുകയാണ് അല്ലേ? എനിക്ക് 5 മണിക്ക് എണീക്കണം, 5 മണിക്ക് എണീക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ 5 മണിക്ക് എണീറ്റ് പോവും. ആ കാര്യക്ക് ഇപ്പൊ നമ്മൾ ഈ മേഖലയിലേക്ക് വന്നപ്പോഴാണ് അന്ന് ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാവുന്നേ. തമാശയൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറച്ച് തീരുമാനം എടുത്ത് നമുക്കത് നേടാൻ കഴിയും. കഴിയൂലേ? തീർച്ചയായിട്ടും കഴിയും. അപ്പൊ നമ്മളിപ്പോ പല ആളുകളും അല്ലെ പല പ്രതിസന്ധികളും നേരിട്ടിട്ടായിരിക്കും നമ്മളൊക്കെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്ന ചിന്ത അത്രത്തോളം അതിന്റെ ആഴം ഉണ്ടായത് കൊണ്ടാണ് നമുക്കിപ്പോഴും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ശരിക്കും എല്ലാ മേഖലകളിലും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മളൊന്ന് പുസ്തകത്തിൽ എഴുതി വെക്കുക, ഇന്ന് മുതൽ ഞാൻ പോസിറ്റീവ് എനർജിക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ എല്ലാതും നല്ലതിന് വേണ്ടിയിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമാണ് നിൽക്കുക. ആ ഒരൊറ്റ നിശ്ചയം നമ്മൾ എടുക്കുക. എല്ലാം ആരെ നമ്മളെ വഴക്ക് പറഞ്ഞോട്ടെ, കേൾക്കാം. കേൾക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടം നമുക്കില്ല. മറിച്ച് ആ വഴക്ക് പറയുന്ന സമയത്ത് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ 2 തമ്മിൽ ബഹളമായില്ലേ? മൂന്നാമതൊരാൾ കിടന്നു വരണം. അതിനെ ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ എന്നിലും നിൽക്കൂല. ലാസ്റ്റ് അത് അടിയായി കേസായി ആകപ്പാടെ പ്രശ്നമാവും. അതിനൊന്നും പോണ്ട. നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കേ, ഓള് താഴൂല അല്ലെങ്കിൽ ഞാൻ താഴട്ടെ, അങ്ങനെയൊന്നുമില്ല. പഠിച്ച നമ്മൾ താഴുക. നമുക്ക് താഴ്ന്നു കൊടുത്തൂടെ? ഒരു പ്രശ്നമല്ല. കാരണം നമ്മളൊക്കെ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകാനുള്ളവരാ അല്ലെ? എന്തെങ്കിലും കൊണ്ടുപോവോ? ഒന്നും കൊണ്ടുപോകില്ല അല്ലെ? അപ്പൊ എന്തിനാ നമ്മൾ ഈ ഇത്രത്തോളം ഗൗരവത്തോടെ നിൽക്കുന്നത്? നമ്മൾ ഈ പിടിക്കുന്ന ഗൗരവമൊക്കെ നമ്മൾ കൊണ്ടുപോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നല്ലതിൽ മാത്രം വിശ്വസിക്കുക. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയിൽ മാത്രം ഉൾക്കൊള്ളുക. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങള് ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയാവും. ഇന്ന് മുതൽ, നാളത്തേക്കുന്നില്ല കേട്ടോ. നാളെ എന്നുള്ള ചിന്തയേ ഇല്ല. ഈ നിമിഷം മുതൽ ഞാൻ മാറി എന്നുള്ള ചിന്ത നമ്മളിൽ കൊണ്ടുവരിക. എല്ലാം നല്ലതിന് മാത്രം ചെയ്യാം. വേണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഉമ്മയെ വിളിച്ചിട്ട് ഐ ലവ് യു പറഞ്ഞു നോക്കും. നിങ്ങൾ കാണലുണ്ടോ യൂട്യൂബിലൊക്കെ അല്ലെ? ടിക്ടോക്കൊക്കെ ആയിട്ട് പല ആളുകളും കൊടുക്കാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്നും സംഭവിക്കാം. ഒന്ന് ഐ ലവ് യു പറയാൻ മടിയാണെങ്കിൽ വേണ്ട, ഉമ്മ എനിക്ക് ഉമ്മാനെ ഇഷ്ടമാണ് കേട്ടമ്മ, അത്ര പറഞ്ഞാൽ മതി. ആ ഉമ്മയുടെ മനസ്സിൽ അറിയാതൊരു സന്തോഷം വരൂ.
ഉപ്പയോട് പറയുമ്പോഴും ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊക്കെ ഉപ്പമാരാണ്. നിങ്ങളെ മോൻ ഇന്ന് നിങ്ങളടുത്ത് വന്നിട്ട് പറയാണ്, ഉപ്പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരാറുണ്ടോ? വരും. 3-4 ദിവസമായിട്ട് എന്റെ മോൻ എന്താ ചെയ്യാറ്, ഞാൻ അവനോട് ദേഷ്യപ്പെടാൻ നിൽക്കുമ്പോഴേക്കിനും അസ്സലാമു അലൈക്കും. ഇപ്പൊ 2-3 ദിവസമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. ഓനോട് എന്തെങ്കിലും പറയുമ്പോ അത് അങ്ങോട്ട് എടുത്തു വെക്കുന്ന പറയുമ്പോ എടുത്തു വെക്കാണ്ടിരിക്കുമ്പോ നമ്മള് വഴക്കിടാൻ പോവുമല്ലോ അവനോട്. ആ സമയത്ത് ഒരു ഉപ്പാനോടാണെങ്കിലും എന്നോടാണെങ്കിലും പറയാം അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താടാ ഈ പറയുന്നത്? അപ്പൊ പറയാം സലാം പറയുമ്പോ ഉമ്മച്ചിന്റെ ദേഷ്യം പോവല്ലോ, ഉമ്മച്ചി സലാം മടക്കല്ലേ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ? അവിടെ നമ്മൾ പിന്നെ സലാം അടക്കുന്നതോട് കൂടെ എന്തായി, അവനെ വടിയെടുത്ത് തല്ലാൻ പോയത് വേറെ അവിടെ ഇട്ടു. ചിരി വരെ ചെയ്യേണ്ടത്. എന്തെങ്കിലും പറയുമ്പോ ചിരിച്ചുകൊണ്ടാ സലാം പറയുന്ന. അപ്പൊ മക്കള് ചിലപ്പോ അവർക്ക് മദ്രസയിൽ ചിലപ്പോ ഉസ്താദ് പറഞ്ഞു കൊടുത്താക്കാരം, എന്ത് ഉമ്മച്ചി ഇമ്മാരെ വഴക്കിടാൻ വരുമ്പോ ഒന്ന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട്ടില് തർക്കമൊക്കെ ഉണ്ടാകുമ്പോ ഒന്ന് പോയിട്ട് സലാം പറഞ്ഞോണ്ടിട്ടോ എന്നുള്ളത്. 2-3 ദിവസമായിട്ട് കറക്റ്റ് ഇവൻ അതാ ചെയ്യണത്. ചിരിച്ചു പറയാണ് ആള്. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് ആള് പറയില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ വായിക്കുന്ന സമയത്ത് എന്ത് തെറ്റു പറഞ്ഞാല് ചീത്ത പറയാൻ നിന്നാലും അസ്സലാമു അലൈക്കും ഉമ്മ, അതാ പറയുന്നേ. അപ്പൊ നമ്മളും അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കുക. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ഒക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് സ്നേഹത്തോടെ അവരോടൊന്ന് പറയാ. എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കുക. അപ്പൊ നമ്മള് ഇങ്ങനെ ആവണമെങ്കിൽ അല്ലെ, നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദിവസം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു 5 മിനിറ്റ് ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ മൊബൈലിൽ തോണ്ടുന്ന ഒരു 5 മിനിറ്റ് മതി, പോരെ? 5 മിനിറ്റ്. അതിൽ കൂടുതൽ എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അത്രയും എടുത്തോളൂ. അരമണിക്കൂറൊക്കെ എടുക്കാൻ കഴിയുന്നവർ അത്രയും എടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഇടക്ക് സൗകര്യം കുറവായിരിക്കും, ഓക്കെ പോട്ടെ. രാത്രി കിടക്കുമ്പോൾ കിടക്കയിൽ കിടന്നിട്ട് മലർന്നിട്ടില്ല നമ്മൾ കിടക്കുക, മലർന്ന് കിടന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ ഉൾഭാഗം നിർവർത്തി വെക്കുക. എന്നിട്ട് ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ എടുക്കൂല. മെഡിറ്റേഷനാ പറയുന്നത്. നിങ്ങൾ ശ്വസനം എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു ശ്വസനത്തിലേക്ക് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ശ്വസനത്തിന്റെ എത്രത്തോളം ആഴമുണ്ടെന്നൊന്ന് മനസ്സിലാക്കി നോക്കൂ. അപ്പൊ അറിയും നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത്. കാരണം ആ ശ്വസനം 1 മിനിറ്റ് നിങ്ങളൊന്ന് പിടിച്ചു നിന്നോക്കൂ, മരണം നമുക്ക് സംഭവിക്കൂലേ? അത്ര വിശാലമായിട്ട് നമ്മൾക്ക് ഇത്രയും ആയുസ് തന്ന് നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഈ ശ്വസനത്തിനെ നമ്മൾ സ്നേഹിക്കണം, വേണ്ടേ? ഇതിനൊരു ഫ്രീഡം നമ്മൾ കൊടുക്കണം. നമ്മളെ എന്തിനോ വേണ്ടിയിട്ട് ഇടക്ക് ഇങ്ങനെ വലിച്ചു വിടുകയാണ്. ഇത് എന്തിനാന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടോ? ചിന്തിച്ചുക. എന്തിനാണ് നമ്മൾ ഈ വലിച്ചു പുറത്തേക്ക് വിടുന്നത്, എടുക്കണം എന്തിനാന്ന് നമുക്കും കൂടി അറിയില്ല. അപ്പൊ ഇന്ന് കിടക്കുമ്പോ എല്ലാവരും ഒന്ന് മെഡിറ്റേഷൻ ഇന്നു മുതൽ 5 മിനിറ്റ് നിങ്ങൾ കിടക്കുമ്പോ ചെയ്യുക. അതെങ്ങനെ ചെയ്യണം? ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് നല്ല ചിന്തയെ മാത്രം എന്നിലേക്ക്, അതായത് ഇന്നുണ്ടായ എല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. എല്ലാം നന്മക്ക് വേണ്ടിയിട്ടാണ്. പുറത്തേക്ക് ആ ശ്വസനത്തെ പുറത്തേക്ക് കളയുമ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കണം? എല്ലാ കാര്യവും നല്ലതിനാണ് ഉണ്ടായത്. എന്തെങ്കിലും ദുഷിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കളയണം എന്ന് പറയാം. മനസ്സിലായോ? നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കളയണം. മറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ കിടക്കുമ്പോൾ ഞാൻ ബ്രീത്തിങ് എടുക്കണം, അപ്പൊ ഞാൻ ശ്വാസം വലിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് എല്ലാം ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാണ്, എല്ലാം നന്മക്ക് വേണ്ടിയിട്ടാണ്, ഒരു കാര്യങ്ങളും ഇന്ന് ചീത്തയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാം എന്റെ നല്ലതിന് മാത്രം. ഞാൻ ആ ശ്വസനത്തെ പുറത്തേക്ക് കളയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? എല്ലാം നല്ലതിനായിരുന്നു. എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ എന്നിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ, എന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ പുറത്തേക്ക് കളയുന്നു. വീണ്ടും ഞാൻ ശ്വസിക്കുകയാണ്. വീണ്ടും ഞാൻ ആ ശ്വസനത്തെ തന്നെയല്ലേ കൊണ്ടുവരുന്നത്, അല്ലേ? മറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ സംഭവിക്കുക? ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് കളയുകയാണ്. അപ്പൊ അത് ചീത്തയായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്, അല്ലേ? എന്റെ മൈൻഡിൽ ഞാൻ എങ്ങനെ ചിന്തിച്ചേ? അപ്പൊ ഞാൻ വീണ്ടും ശ്വസിക്കുന്ന സമയത്ത് ഞാൻ എന്താ ശ്വസിക്കുന്നത്? ആ ചീത്ത കാര്യത്തെ തന്നെയാണ്, അല്ലേ? അതിനെ നല്ലതാക്കിയിട്ടാണോ വിട്ടിട്ടുള്ളത്? അല്ല. അപ്പൊ ഒന്ന് മാറി ചിന്തിച്ചിട്ട് നമ്മൾ ആ മെഡിറ്റേഷൻ എടുക്കുമ്പോ നമ്മുടെ ശരീരത്തെ മൊത്തം നമ്മൾ റിലാക്സ് ആക്കുക. എല്ലാ അവയവത്തെയും ഓരോ കണ്ണ്, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവത്തെയും റിലാക്സ് ആക്കുക. അതോടൊപ്പം നമ്മുടെ ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആഴത്തിലേക്ക് നമ്മളറിയാതെ നമ്മൾ ഉറങ്ങിപ്പോകും.
നല്ല ചിന്തയെ മാത്രം കൊണ്ടുവരിക. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഉന്മേഷം ഉണ്ടാവും. ഇന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുകൊണ്ടോ. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓരോ ആക്ടിവിറ്റികൾ ഉണ്ടാവൂലെ, ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യാനും വായിക്കും. ചില ആളുകൾക്ക് വായന, ചില ആളുകൾക്ക് ഷട്ടിൽ കളിക്കുക, അങ്ങനെ ഓരോ ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവും ഇല്ലേ? എന്തിനെങ്കിലും ഒരാൾക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്താ? മൊബൈലിൽ തോണ്ട്. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അല്ലെ? സമയം കിട്ടിയാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണിത്. അതൊന്ന് മാറ്റിയ തോണ്ടേണ്ട എന്നൊന്നല്ല, നമുക്ക് മൊബൈൽ ഉപയോഗിക്കണം. പക്ഷെ ഈ മൊബൈൽ ഉപയോഗിക്കണമെങ്കിലൊക്കെ നമ്മൾ വേണ്ടേ? നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് ഡാൻസ് ഒക്കെ ഒന്ന് കളിച്ചു നോക്കുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഒന്നും സംഭവിക്കാനില്ല. എന്താ പ്രായമുള്ള ആളുകൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റൂലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മള് അപ്പോഴൊക്കെ എന്താ ശരിക്കും സംഭവിക്കും, നമ്മളൊരു ഹാപ്പിനെസ് മൂഡിലേക്ക് വരിക ചെയ്യാം. ഒന്ന് വെറുതെ പോയിട്ട് നിങ്ങളിപ്പോ ഒരു 25, 26, 27 വയസ്സുള്ള ആണും പെണ്ണും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ചിലപ്പോ ഒന്ന് കൈയൊക്കെ പിടിച്ചിട്ട് കറക്കൊക്കെ ചെയ്യും അല്ലെ? ആ കല്യാണ പുതുക്കില്. അതിനുശേഷം ഒരു 40, 50, 60 വയസ്സായ ഓളെ എവിടെ കിടക്കണ്, ഞാൻ എവിടെ കിടക്കുന്നു അല്ലേ? മാറിയില്ല. എന്തിന് അങ്ങനെ മാറേണ്ട ആവശ്യമുണ്ട്? എന്താ നമ്മളെ സൃഷ്ടിച്ചപ്പോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും കിതാബുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു 10-70 വയസ്സാകുമ്പോ മാറിക്കിടക്കണമെന്ന്? പിന്നെ എന്തിനാ നമ്മളെന്തിനാ മടി കാട്ടുന്നത്? കുറച്ച് പ്രായമായി കഴിഞ്ഞാല് ഭാര്യയുടെ കൈ പിടിക്കാൻ പോലും ഭർത്താവിന് മടിയാ, അല്ലെങ്കിൽ ഭാര്യക്ക് മടിയാ ഭർത്താവിന്റെ കൈ പിടിക്കാന്. ഇങ്ങനെയാണോ നമ്മളാവേണ്ടത്? നമ്മൾ മാതൃകയാവണം അല്ലെ? അറിയാത്ത ആളുകൾക്ക് അറിയില്ല, പക്ഷെ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താണെങ്കിൽ നമ്മൾ മാതൃകയാവണം. നമ്മൾ ഇന്ന് മുതൽ പോസിറ്റീവ് ആവാൻ പോവാണ് അല്ലെ? നല്ലൊരു എനർജിക്ക് ആയിട്ടുള്ള ആളുകളാവാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് ഇടക്കൊന്ന് ആ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവൾ അറിയാതെ അവളെ അരികിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് അവൻ അറിയാതെ അവന്റെ അടുത്തേക്ക് അവൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ അവരെ പറയില്ല എന്നുള്ളതാണ് അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷെ നമ്മളത് പറയില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കൊരു മടിയാ. എന്റെ ഭാര്യ എന്തെങ്കിലും വിചാരിക്കുമോ അല്ലെ? ഇപ്പൊ ഉദാഹരണം പറയാണ്, ഇപ്പൊ സാജിർക്ക അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അദ്ദേഹത്തിന് പോണം, ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്, ഭാര്യയുടെ ഉമ്മ എല്ലാവരും ഉണ്ട്, ഇരുന്നോണ്ടായിക്കോട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. എന്റെ ഭാര്യയാണ്. പക്ഷെ എനിക്ക് ഭാര്യയുടെ അടുത്ത് പോയ ഭാര്യ എന്തെങ്കിലും വിചാരിക്കുമോ? അദ്ദേഹത്തിന്റെ മനസ്സിലതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ എന്തെങ്കിലും വിചാരിക്കുമോ? അവിടെ അതല്ലേ നമ്മുടെ ചിന്ത. ഈ ഭാര്യയുടെ മനസ്സിലുണ്ടാവും ഈ ഭർത്താവ് എന്റെ അടുത്തൊന്ന് വന്നിക്കണമെങ്കിൽ അല്ലെ? രണ്ടുപേരുടെ മനസ്സിലെടുത്ത് എത്തുന്നില്ല, കണക്ഷൻ വരുന്നില്ല. എന്തുകൊണ്ടാ? നമുക്ക് അറിയുന്നില്ല. അതിന് ചെന്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. നമ്മൾ പോവണം, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും നമ്മളെടുത്ത് വരുന്ന രോഗികളെ സ്നേഹിക്കാനും നമുക്ക് കഴിയുള്ളൂ അല്ലെ? വീട്ടിലുള്ള ആളുകളെ സ്നേഹിക്കാം. നമ്മൾ മാറുക. നമ്മൾ ആദ്യം മാറണം എന്നുള്ളതാണ്. അപ്പൊ ഞാനിനി നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കുറച്ച് കാര്യങ്ങൾ വിട്ടുതരാം. കാരണം നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം. ഒന്നുമില്ല, ഒക്കെ നമ്മുടെ തലേന്ന് കേട്ട സാധനമാണ്. തലയിൽ ഇങ്ങനെ പറയാ എനിക്ക് നല്ല ആളാവണം, എനിക്ക് നല്ല ആളാവണം. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ ബ്രെയിൻ സ്വീകരിക്കുള്ളൂ അല്ലെ? ഞാൻ വിചാരിക്കണേ എനിക്ക് വയ്യ, എനിക്കൊന്നിനു വയ്യ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം, നാളെ ഞാനിവിടെ ഇരിക്കും അല്ലെ? ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് നന്നാവാൻ കഴിയില്ല. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ എടുക്കുക. ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങളെ ശ്വസനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്വസനം എന്താണ്, എന്തിനാണ് എനിക്ക് ശ്വസനം തന്നത്, ഇതൊന്ന് നിലച്ചു പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, ഇതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കും. പറഞ്ഞതുപോലെ ഐ ലവ് യു, താങ്ക് യു, സോറി എന്നുള്ള ഈ ഒരു 3 പദം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. ആദ്യം നമ്മളോടൊന്ന് പറയാ, നമ്മളോട് ഐ ലവ് യു, എന്താ ഐ ലവ് യു? നമ്മുടെ ശരീരത്തിനോട് നമുക്കൊരു ഇഷ്ടം വേണ്ടേ? നമുക്ക് നമ്മളോടൊരു ഇഷ്ടം വേണം. അപ്പൊ ആദ്യം നമ്മൾ അത് ചെയ്യണം. നമ്മളോടൊരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായോ ക്ലാസ്സിൽ ഇരുന്നിട്ട്? നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ, ഇത് ഹീലിംഗ് പഠിപ്പിച്ചു തരാനിട്ട് മാം എന്താണ് ഈ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ? ഹീലിംഗ് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താവണം? ഒരു
പവറിൽ നിൽക്കാൻ കഴിയണം. സ്നേഹം എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ ആരാണെന്ന് നമുക്കറിയണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. എല്ലാം ഒരു പോസിറ്റീവായിട്ട് മാത്രം കാണാൻ കഴിയണം. എല്ലാവരോടും നല്ലത് മാത്രം. അപ്പൊ എന്താവും? അപ്പൊ തന്നെ നമുക്ക് ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ വരും. വേറെ എവിടെയും നമ്മൾ ചിന്തിക്കണ്ട. ഒരുവിധ അസുഖങ്ങൾ നമുക്ക് വന്നത് നമ്മുടെ ശരീരത്തിൽ വരും. എന്താണ് നമുക്കുണ്ടായ സുഖം എന്നുള്ളത്. നിങ്ങൾ ആ ഫസ്റ്റ് ഒരു ബ്രീത്തിങ് മെഡിറ്റേഷൻ എടുത്ത സമയത്ത് തന്നെ യാഥാർത്ഥ്യത്തിൽ ശരിക്കും നമുക്കൊരു ഫ്രീഡം, ഒരു എന്താ പറയാ, ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും. വേറൊരു ചിന്തയൊന്നും നമുക്കില്ല അല്ലെ. നമ്മളെല്ലാം ഒറ്റയടിക്ക് നമ്മൾ ഇതിൽ ലയിച്ചു പോവാണ് ചെയ്യുമ്പോ ഇതിൽ ലയിച്ചു പോയ ഈ കാര്യം ഇന്ന് ക്ലാസ് അങ്ങ് കഴിഞ്ഞോട് കൂടെ അങ്ങ് അടച്ചങ്ങ് പൂട്ടി അല്ലെ. അടച്ചങ്ങ് പൂട്ടി. മെഡിറ്റേഷനും ഇല്ല, ഒന്നുമില്ല. നാളെ മുതല് ഒന്നും നമുക്ക് നേടാൻ കഴിയുമോ? മറിച്ച് ഇന്നെടുത്ത കാര്യത്തിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് മെഡിറ്റേഷനെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജിക്കായിട്ട് നിൽക്കാൻ കഴിയും. എനർജിക്കായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. എങ്ങനെ? ഒരു ബ്രീത്തിങ് മെഡിറ്റേഷനെങ്കിലും നിങ്ങൾ ചെയ്താൽ. കൂടുതലായിട്ടൊന്നും ചെയ്യണമെന്നില്ല, അതെങ്കിലും ചെയ്യുക. അതുപോലെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമുണ്ടോ? ഡെയിലി ഭാര്യയോട് ഒരു ഐ ലവ് യു പറയാൻ എന്താ മടി? വേണമെങ്കിൽ ഒരു സോറി പറഞ്ഞോളി. തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇതുവരെ ഇത്രയും കാലം ചെയ്തതൊക്കെ അവളോടൊരു സോറി പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. എന്താ നമ്മളൊക്കെ താന്നു പോവോ? ഒന്ന് താന്നു കൊടുക്കാം. എന്തായാലും ഈ പറഞ്ഞല്ലേ, നമ്മളൊക്കെ എങ്ങോട്ടോ പോവാനുള്ള ആളുകളാണ്. ഒരു പ്രശ്നം നമുക്ക് വരാനില്ല. ഒന്ന് താഴ്ന്നു കൊടുക്കുക. ഞാൻ ആണാണ് താഴ്ന്നില്ല, അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് ഞാൻ താഴ്ന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് താന്നു കൊടുക്കുക. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുത്ത്. അപ്പൊ ഇന്ന് എടുത്തതില് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കേണ്ട ഒരു കാര്യം എന്താണ്? ഉമ്മ, ഉപ്പ, അധ്യാപകൻ, ഭാര്യ, ഭർത്താവ്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനോട് എന്നും നമ്മളൊന്ന് ഒരു താങ്ക് യു, ഒരു സോറി, ഒരു ഐ ലവ് യു പറയാൻ ശ്രമിക്കണം. അതുപോലെ കോമൻസ് പറയണമെന്നല്ല കേട്ടോ, മനസ്സിൽ നമ്മളൊന്ന് കൊണ്ടുവന്നാൽ മതി. മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ മെഡിറ്റേഷൻ എന്നൊന്നും ചിന്തിക്കാനൊന്നുമില്ല. ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുക. ബ്രീത്തിങ് എടുക്കുക. നമ്മുടെ ശ്വസനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് ബ്രീത്തിങ് എടുക്കുക. എന്തെങ്കിലും സംശയം ഇത്രയും ഭാഗങ്ങളിലുണ്ടോ? അടുത്ത ക്ലാസ് എന്നാന്നുള്ളത് നമ്മൾ അറിയിക്കും. അപ്പൊ അടുത്ത ക്ലാസ് ടച്ച് വിടാതെ തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം. ഓക്കെ. എന്തെങ്കിലും അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിംഗിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഹീലിംഗിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് പവർഫുൾ ആവണം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരമാവുകയോ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഈ ബ്രീത്തിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി